ഹായ് ഫ്രണ്ട്സ്, ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവാണ്. ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഇച്ചക്കുട്ടന് ഫുള്ളായിട്ട് ഭേദമായിട്ടില്ല, എന്നാലും ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്ക് വയ്യ, വീട്ടിലാക്കിയിട്ട് പോരാനും പറ്റില്ല. എന്നാലും അവൻ ഫോണിക്കൊക്കെ നോക്കി ഹായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ കൂടെ കളിക്കുകയാണ്. എന്നാലും ആൾക്കൊരു സുഖമില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം കളിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ അപ്പുറത്തെ ഹാളിലൊരു കല്യാണം നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നേരെ താഴോട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. സദ്യ ആയിരുന്നു കേട്ടോ ഉണ്ടായത്. കുറേ നാളുകൾക്ക് ശേഷം തന്നെയാണ് കേട്ടോ സദ്യ കഴിക്കണത്. അതും നല്ല അടിപൊളി സദ്യയായിരുന്നു. നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കയ്പ്പയ്ക്ക കൊണ്ടാട്ടവും മുളക് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ കടലൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചോറ് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരുവിധം കറികളൊക്കെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് എത്തി കേട്ടോ. അങ്ങനെ ചോറും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. ഇച്ചുകുട്ടനും കൊടുത്തു കേട്ടോ. ഇച്ചുകുട്ടന് വയ്യാത്തതുകൊണ്ട് ചോറ് കഴിക്കാൻ നല്ല മടിയായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റ് പായസമാണല്ലോ, 2 പായസം ഉണ്ടായിരുന്നു കേട്ടോ. പാലടയും പരിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ പാലട ഒരു ഗ്ലാസ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പരിപ്പും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അങ്ങനെ പായസമൊക്കെ കൂട്ടി നല്ലൊരു ഊണൊക്കെ കഴിച്ചിട്ട് ഇതാ കൈ കഴുകാൻ വന്നപ്പോഴാണ് ഇച്ചുവിൻ്റെ പ്രസനം. ഇച്ചു അപ്പോഴേക്കും ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചപ്പോൾ ഓക്കെ ഉണ്ടായിരുന്നു. ഈ ചിരിച്ചു പോണത് വേറെ ഒന്നല്ല, സ്വിച്ച് കണ്ടിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. എങ്ങാനും ഞാൻ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് അച്ഛൻ്റെ അടുത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. ചാടിയപ്പോൾ അത് അവന് ഒറ്റയ്ക്ക് ഓടി വന്ന് ചാടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതായി കളി. അങ്ങനെ അത് അച്ഛനും മകനും കൂടി അവരെ ഗംഭീര കളിയാണ്. ഞാനാണെങ്കിൽ ഒന്ന് വണ്ടിയിലൊന്ന് പോയാൽ മതി, നല്ല ചൂടായിരുന്നു കേട്ടോ. ഒന്ന് വീട്ടിലെത്തി കടന്നുറങ്ങിയാൽ മതി വിചാരിച്ചിട്ടാണ് ഞാനിരിക്കണത്. അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കഴിഞ്ഞ് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.